ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അഖില് ശ്യാമയോട് പറയുകയാണ്, ഇനി മാസം മാസം ഒരു തുക ഞാൻ തന്നെ അങ്ങ് ഏൽപ്പിക്കും. അത് സംഗീത ക്ലാസിൻ്റെ ഫീസാണെന്ന് പറഞ്ഞ് താൻ ഇവിടെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ കൊടുത്താൽ എന്താണെങ്കിലും അവർ വാങ്ങില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, താൻ ഇനി മുതൽ പച്ചക്കറി കടയിലേക്കൊന്നും വരണ്ട. ഇവിടെ ഇരുന്ന് സംഗീത ക്ലാസിൻ്റെ കാര്യവും തൻ്റെ കാര്യവും ഒക്കെ നോക്കിയിരുന്നാൽ മതി. ശ്യാമ എൻ്റേതാണ്. പക്ഷേ ശ്യാമയുടെ സംഗീതം ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളതാ. ശ്യാമയെ അത്രയ്ക്കേറെ തന്നെ ഇഷ്ടപ്പെടുന്ന തൻ്റെ കണ്ണൻ്റെ ആഗ്രഹവും അത് തന്നെയാണെന്ന് അഖില് പറയുന്നു. തുടർന്ന് അഖില് മാറിക്കിടന്നുറങ്ങുമ്പോൾ ശ്യാമ മനസ്സിൽ പറയുകയാണ്, എൻ്റെ കണ്ണ, ഇനി നീ തന്നെയാണോ അവതാരമെടുത്ത് അഖിൽ സാറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയന്തി ശ്യാമയുടെ മുറിയിലേക്ക് വരുന്നതാണ്. ശ്യാമയ്ക്ക് അഡ്വാൻസായി കിട്ടിയ പണം ജയന്തി തപ്പിയെടുക്കുകയും അത് അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമ ബലമായി ജയന്തിയുടെ കയ്യിൽ നിന്നും ആ പണം വാങ്ങുമ്പോൾ ജയന്തി അവിടെയുള്ളൊരു കൃഷ്ണവിഗ്രഹം എടുത്ത് ശ്യാമയ്ക്ക് നേരെ ചൂണ്ടി പറയുകയാണ്, മര്യാദയ്ക്ക് ആ പൈസ എനിക്ക് തന്നോ, ഇല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ നിന്റെ തലയടിച്ചു പൊട്ടിക്കും. ഇത് കേൾക്കുന്ന ശ്യാമയും ജയന്തിയും തമ്മിൽ പിടിവലി ഉണ്ടാവുകയും അവസാനം ജയന്തിയുടെ തല ഭിത്തിയിലിടിക്കുകയും ചെയ്യുന്നു. നീ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? 3 ദിവസം അതിനുള്ളിൽ നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞാനിവിടെ നിന്ന് കെട്ടിക്കും. നീ കണ്ടോ എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ്. പച്ചക്കറി കടയിൽ അഖില് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയന്തി വരികയാണ്. തുടർന്ന് വീട്ടിലേക്ക് പച്ചക്കറികൾ വേണമെന്ന് പറഞ്ഞ് അവിടെയുള്ളവരെയൊക്കെ തള്ളിമാറ്റി ജയന്തി അവിടുന്ന് പച്ചക്കറികൾ മുഴുവൻ ഒരു കിറ്റിലാക്കി നിറയ്ക്കുകയാണ്. തുടർന്ന് അഖിലിന്റെയും ശ്യാമയുടെയും കുറ്റം അവിടെ വന്നവരോടും ഒക്കെ തന്നെ പറഞ്ഞ് ജയന്തി അവിടെ നിന്നും പൈസയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഖിൽ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന അഖില് ശ്യാമയോട് കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അവർ പച്ചക്കറി കടയിൽ വന്ന് ഇത്രയൊക്കെ ബഹളമുണ്ടാക്കിയിട്ടും സാറെന്താ ഒന്നും പറയാതിരുന്നത്? സാർ ഇവിടെ ഇരിക്കെ, ഞാൻ അവരെ ഒന്ന് കാണട്ടെ. ഇന്ന് ചിലപ്പോൾ ഏട്ടത്തി എന്നുള്ള സ്ഥാനം ഞാൻ മറന്നെന്നിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ ജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജയന്തി അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് ജയന്തി ചോദിക്കുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, ഏട്ടത്തി ഇന്ന് പച്ചക്കറി കടയിൽ പോയിരുന്നോ? പിന്നെ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങണ്ടേ എന്ന് ജയന്തി ചോദിക്കുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അവിടെ എന്തായിരുന്നു ഡ്രാമ? എന്നെയും സാറിനെയും 3 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് കെട്ടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. എന്താ ഇതതിന്റെ ആദ്യപടിയാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, അതെ. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഇവിടെ നിന്ന് പോകുന്നതല്ലേ നല്ലതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, അതെ, എന്നെ അരവിന്ദേട്ടൻ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നതാ. അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി, ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാ. എൻ്റെ ഭർത്താവാ എൻ്റെ ഒപ്പം താമസിക്കുന്നത്. അച്ചി വീട്ടിലെ പൊറുതിയെ നാട്ടു നടപ്പല്ലല്ലോ എന്ന് ജയന്തി പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ ജയന്തി ഏട്ടത്തിയുടെ സഹോദരനോ? അയാളും ഭാര്യ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അത് പിന്നെ അവർ നിർബന്ധിച്ചിട്ടാണെന്ന് ജയന്തി പറയുമ്പോൾ എങ്കിലേ അഖിൽ സാറിനെ ഇവിടെ നിൽക്കാൻ നിർബന്ധിച്ചതും ഞങ്ങളാണെന്ന് ജയന്തിയോട് ശ്യാമ പറയുകയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ അരവിന്ദേട്ടനോട് പറയാം ജയന്തി ഏട്ടത്തെയും കൂട്ടിക്കൊണ്ട് ഏട്ടത്തിയുടെ വീട്ടിൽ പോയി താമസിക്കാൻ. ഇത് കേൾക്കുന്ന ജയന്തി പറയുകയാണ്, അത് വേണ്ട, അതൊന്നും ശരിയാകില്ല. അവിടെ ചെന്നാൽ പിന്നെ അച്ഛനായിട്ട് വഴക്കുണ്ടാകുമെന്നൊക്കെ ജയന്തി പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇപ്പോൾ ഏട്ടത്തി പരിധി വിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അതുകൊണ്ട് ഇനി മേലാൽ ഏട്ടത്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് ജയന്തി. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അഖില് പറയുകയാണ്, എടോ, നമുക്കൊരു വീടെടുത്ത് താമസം മാറിയാലോ? ജയന്തി ഏട്ടത്തി എന്തേലും പറഞ്ഞെന്ന് കരുതി സാർ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇന്നവര് നമ്മളെ ഇറക്കി വിട്ടാലേ നാളെ അപ്പുവിനെയും അച്ഛനെയും അമ്മയും ഒക്കെ ഇറക്കി വിടും. അവർക്കുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് അഖിലിനെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ജയന്തിയെയാണ്. എന്നാൽ ശ്യാമ ജയന്തിക്ക് കണക്കിന് കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖില് പച്ചക്കറി കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേസമയം ഒരു ഓട്ടോയിൽ വസുന്ധര അങ്ങോട്ടേക്ക് വന്ന് അവിടെ മാറി നിന്ന് വിഷമത്തോടെ അഖിലിനെ നോക്കുകയാണ്. അഖിലിന്റെ പഴയ പ്രൗഢിയും പ്രതാപവും ഒക്കെ തന്നെ വസുന്ധര ഓർക്കുന്നു. തുടർന്ന് ആ ഓട്ടോക്കാരന്റെ കയ്യിലേക്ക് വസുന്ധര ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ബാബു, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം. ബാലൻസ് പൈസ തിരിച്ചു വാങ്ങണ്ട. അങ്ങനെ അയാൾ ചെന്ന് അവിടെ പച്ചക്കറി വാങ്ങുമ്പോൾ ഇതെല്ലാം കരഞ്ഞുകൊണ്ട് നോക്കുകയാണ് വസുന്ധര. എൻ്റെ കുട്ടി ഇങ്ങനെ ഇവിടെ കഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ അവിടെ സുഖിച്ചു കഴിയുന്നത്. അങ്ങനെ അയാൾ സാധനങ്ങളെടുത്ത് ഓട്ടോയിലേക്ക് വെക്കുമ്പോൾ ബാലൻസ് കാശ് കൊടുക്കാൻ വേണ്ടി അഖിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വസുന്ധരയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിൽ. അമ്മ ഇവിടെയും എന്നെ തളർത്താൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ? ഇന്നാ ബാലൻസ് വാങ്ങിക്കൊണ്ട് പോകാൻ അഖിൽ പറയുമ്പോൾ വേണ്ടെന്ന് പറയുകയാണ് വസുന്ധര. തുടർന്ന് അഖിൽ ബാക്കി കാശ് അവിടെയുള്ളൊരു പിച്ചക്കാരൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് വസുന്ധരയോട് പറയുകയാണ്, അമ്മ എന്ന് ശ്യാമയെ അംഗീകരിക്കുന്നോ അന്ന് അമ്മയുടെ മോനും അമ്മയുടെ അടുത്തുണ്ടാകും.
അത്ര തന്നെ, എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. ഇത് കേൾക്കുന്ന വസുന്ധര വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.